Hi guys, welcome to practical question HTML practical question 8. Our question is design a simple web page as shown below. Design a simple web page as shown below. എന്നിട്ട് ഈ ഫോം ക്വസ്റ്റ്യനായിട്ട് എഴുതുക. ഈ ഫോം ക്വസ്റ്റ്യനായിട്ട് എഴുതുക. So we can see how this question can be written by using HTML. So നമുക്ക് HTML കൊടുക്കണം, ഹെഡ് കൊടുക്കണം, ടൈറ്റിൽ കൊടുക്കണം. ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. ഫോം എന്നുള്ള ടാഗ് ഉപയോഗിക്കുക. ഫോംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫോം എന്ന ടാഗാണ് കൊടുക്കുന്നത്. പിന്നെ ആക്ഷൻ വന്നിട്ട് കൊടുക്കാം. അത് നമുക്ക് ബാക്ക് എൻഡിൽ എന്തെങ്കിലും വെബ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലാണ് ആക്ഷൻ കൊടുക്കുക. ദെൻ മെത്തേഡ് എന്ന് പറയുക, അതാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. മെത്തേഡ് ഈക്വൽ ടു ഗെറ്റ് എന്നോ അല്ലെങ്കിൽ പോസ്റ്റ് എന്നോ കൊടുക്കാം. ഇവിടെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡൊക്കെയാണ്. അപ്പം അത്തരം സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് എന്നാണ് കൊടുക്കുന്നത്. പിന്നെ ക്ലയൻറ്റ് ലോഗിൻ വരാനായിട്ട് ഒരു ഹെഡിങ് ടാഗ് കൊടുത്തിട്ടുണ്ട്. 2 ലൈൻ ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം എൻ്റർ യൂസർ നെയിം കൊടുത്തിട്ട് ഒരു സ്പേസ് വരാൻ വേണ്ടിയിട്ട് ആ HTML എൻറ്റിറ്റി ക്യാരക്ടറായിട്ടുള്ള ആംബേഴ്സൻഡ് NBSP കൊടുത്തിരിക്കുന്നു. അൺബ്രേക്കബിൾ സ്പേസ് സെമികോളൻ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്, 2 സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിരിക്കുകയാണ്. ടെക്സ്റ്റ് ബോക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടാഗ് എന്ന് പറയുന്നത് ഇൻപുട്ട് ടാഗാണ്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, നെയിം കൊടുത്തിട്ടുണ്ട്, പിന്നെ സൈസ് കൊടുത്തിട്ടുണ്ട് 30 പിക്സൽസ്. അപ്പോൾ 2 ലൈൻ ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ പാസ്വേഡ് എൻ്റർ പാസ്വേഡ് നമ്മൾ വെറുതെ എഴുതിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടും ഇതുപോലെ നോൺ ബ്രേക്കബിൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പാസ്വേഡ് കൊടുക്കാനായിട്ട് ഇൻപുട്ട് ടാഗ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഇത് വരുമ്പോൾ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ മാഞ്ഞു പോവുകയും അവിടെ ഒരു ഡോട്ട് പോലെ വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാസ്വേഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നെയിം ഈക്വൽ ടു ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ആ കൺട്രോളിന് പേര് കൊടുത്തിരിക്കുകയാണ്, ആ ടെക്സ്റ്റ് ബോക്സ് കൺട്രോളിന്. പിന്നെ 2 ബട്ടൺസ് കൊടുത്തിരിക്കുകയാണ്. ആദ്യത്തെ ബട്ടണിന് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ, ഇൻപുട്ട് ടാഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ടൈപ്പ് ബട്ടൺ എന്ന് കൊടുക്കണം. വാല്യൂ അതിൽ കൊടുക്കുക. അതിൽ വരുന്ന കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ബട്ടണിന് നമ്മൾ കണ്ടല്ലോ നേരത്തെ, സബ്മിറ്റ് എന്നാണ് വരുന്നത്. വീണ്ടും ഒരു ബ്രേക്സ് 3 സ്പേസ് ഇട്ടിട്ട്, കുറച്ച് സ്പേസ് ഇട്ടിട്ട് 3 സ്പേസ് അവിടെ വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റീസെറ്റ്, വാല്യൂ ഈക്വൽ ടു ക്ലിയർ. ഫോം ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഇനി നമ്മളത് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ കോഡ്, ഇത്ര ആവശ്യമുള്ളൂ. നമ്മൾ ആ കോഡ് സേവ് ചെയ്യുന്നു. ഓൾറെഡി സേവ്ഡ് ആണ്, നമ്മൾ ഓൾറെഡി സേവ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് റൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് വരും. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. പാസ്വേഡ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. ഇനി നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് നമ്മളുടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 8. ഇതോടുകൂടി നമ്മളുടെ എല്ലാ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ അവസാനിക്കുകയാണ്. കൂട്ടുകാർ എല്ലാവരും ഇതുവരെയുള്ള എല്ലാ വീഡിയോസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 1 to 8 വരെയുള്ള എല്ലാ HTML ക്വസ്റ്റ്യൻസും ഇതുപോലെ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുക. ഓക്കെ, താങ്ക് യു.